ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയോടും കാദംബരിയോടും വിക്രമിനെ കൊന്ന ആ ഒരു കഥ നമ്മുടെ പ്രകാശം പറയുകയാണ്. എനിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വിക്രമിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ആ സമയത്ത് എൻ്റെ ഹൃദയം കല്ല് പോലെയായിരുന്നു, മരവിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മടുപ്പും തോന്നിയില്ലായിരുന്നു അവനെ കൊല്ലാനായിട്ട്. ഞാനങ്ങനെ കൊന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കല്യാണി മോളെ അവൻ തീർത്താനായിരുന്നു. ദൈവം കാണിച്ചു തന്ന ഒരു കാര്യമാണത്. എപ്പോഴും പെൺമക്കൾ തന്നെയാണ് നല്ലത്. ആൺമക്കളെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ദുരന്തം മാത്രമേ തരുള്ളൂ. മക്കളെ എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നതാണെന്നൊക്കെ പറയുകയാണ് അവിടെ പ്രകാശൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് വളരെയേറെ സങ്കടം തോന്നിക്കണം. അച്ഛൻ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇപ്പം എല്ലാം അവസാനിച്ചല്ലോ, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അച്ഛന് സമാധാനത്തോടെ ഇരിക്കും. ഇനി വിക്രമിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ വേണ്ട എന്നൊക്കെ പറയണം. ഇല്ല മക്കളെ, ഞാൻ വിക്രമിനെ കുറിച്ച് ഇനി ചിന്തിക്കില്ല. പക്ഷേ മുന്നിൽ നടന്ന ചില കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. മോളോട് എത്രമാത്രം ദ്രോഹമാണ് ഞാനും എൻ്റെ മകനും എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോകാത്തൊരു കാര്യമാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ മോള് ചെയ്ത നന്മകളും വേണ്ട അച്ഛാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങളും ഏതായാലും പോവാണ്. അധിക നേരം ഇവിടെ സംസാരിച്ച് നിൽക്കാനായിട്ട് കഴിയില്ലല്ലോ. പക്ഷേ നിങ്ങൾ പോകുന്ന കാര്യം പറയുമ്പോഴേ അച്ഛൻ്റെ മനസ്സിന് വല്ലാത്തൊരു പിടപെടപ്പാണ്. നിങ്ങളെ കണ്ടുപിരിയുമ്പോൾ ആ ഒരു വേദന അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും മക്കളെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാദംബരി ആണെങ്കിൽ പോകാതിരിക്കാനായിട്ട് കഴിയില്ല അച്ഛാ. ശത്രുക്കൾ ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശത്രുക്കളുടെ എണ്ണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പ്രകാശനൊന്ന് ഞെട്ടി പോകണം. എന്താ പറഞ്ഞത്? ശത്രുക്കളോ? ഇത് കേട്ട കല്യാണി കാദംബരി ഇങ്ങനെ കണ്ണും വിഴിച്ച് നോക്കുന്നുണ്ട്. അതെ അച്ഛാ, ശത്രുക്കൾ തന്നെ. എന്ത് ശത്രുക്കൾ? ഇനിയും കല്യാണിക്ക് എന്ത് ശത്രുക്കളുള്ളത്? പറ കാദംബരി, എന്താണ് സംഭവിച്ചെന്ന് പറ. അത് പിന്നെ അച്ഛാ, അതെ, ഇന്നലെ കല്യാണിയെ കൊല്ലാനായിട്ട് ഒരുത്തൻ വീടിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. എന്നിട്ട് കല്യാണിയെ കുത്താൻ വേണ്ടി അവൻ ഒരുങ്ങിയത്. പക്ഷേ കുത്തേറ്റത് ആ സരയുവിൻ്റെ അമ്മ ശാരിയാൻ്റിക്കാണെന്നും പറയാം. ഇത് കേട്ട പ്രകാശനാണെങ്കിൽ ഭയങ്കര വെപ്രാളം. എന്തൊക്കെയാ ഭഗവാനെ ഞാൻ ഈ കേൾക്കുന്നത്? കല്യാണിയെ മോള് കുത്താനായിട്ട് ഒരാൾ വീടിനുള്ളിൽ കയറിയെന്നും എന്നിട്ട് ശാരിക്ക് കുത്തേറ്റുവെന്നോ? എനിക്ക് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയാ മക്കളെ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ അച്ഛാ, പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. കല്യാണിക്കാണ് ആ കുത്തേൽക്കേണ്ടത്. പക്ഷേ ഭാഗ്യത്തിനാണ് ആ ഷാരി ആൻറ്റിക്ക് ഏറ്റത്. ഇപ്പം ഷാരി ആൻറ്റി ഐസിയിലാണെന്നും സരയുമാണ് ഷാരി ആൻറ്റിക്ക് കാവൽ നിൽക്കുന്നതെന്നൊക്കെ കാദംബരി ഒരു ഇതുപോലും വിട്ടുകളയാതെ അവിടെ പ്രകാശിനോട് പറയുകയാണ്. ഇത് കേട്ട കല്യാണിക്ക് ദേഷ്യം വരികയാണ്. ഈ അച്ഛനോടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ കല്യാണം നിൽക്കുന്നത്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, അപ്പോൾ ശത്രുക്കൾ അവസാനിച്ചിട്ടില്ലല്ലേ? ഇത് കേട്ട കല്യാണില്ല അച്ഛാ, അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അച്ഛാ, അത് എന്തോ അബദ്ധം സംഭവിച്ചാണെന്നാണ് തോന്നുന്നത്. ഇല്ല മക്കളെ, കാദംബരി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശത്രുക്കൾ അവസാനിച്ചിട്ടില്ല. എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ പൊന്നു മക്കളെ, അച്ഛന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ വീട് അച്ഛാ, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. ഏതായാലും അതിൻ്റെ ശല്യം അവസാനിച്ചല്ലോ. കിരണേട്ടൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് ആ സമയം കഴിഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് പോയി നേരെ പ്രകാശൻ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനോഹറെ, എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ടാണ് തോന്നുന്നത്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ആപത്ത് തന്നെയാണ്. എന്താങ്ങളെ എന്താ സംഭവിച്ചത്? നിൻ്റെ മോൾക്കൊരു ആപത്ത് പറ്റുന്ന അറിഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുമോ? നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കില്ലേ? അത് തീർച്ചയായിട്ടും അങ്ങളെ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അതേപോലെ തന്നെ ഇന്നൊരു സംഭവം ഉണ്ടായിടാ. ഇന്ന് എൻ്റെ മക്കൾ എന്നെ കാണാൻ വന്നത് കൊണ്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. ശത്രുക്കൾ അവസാനിച്ചിട്ടില്ല. കല്യാണി മോളെ കുത്താനായിട്ട് ഒരാൾ വീട്ടിൽ കയറിയെന്ന് ആ കുത്ത് കൊണ്ടത് ഷാരിക്കാണെന്നും പറയുകയാണ് പ്രകാശൻ. ഇത് കേട്ട മനോഹർ ഞെട്ടിപ്പോവുകയാണ്. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അങ്ങളെ. അപ്പോൾ ഗംഗാപ്രസാദിൻ്റെ ആൾക്കാർ വെറുതെ ഇരിക്കുന്നില്ലല്ലേ? അവൻ്റെ ആൾക്കാരായിരിക്കും വീണ്ടും വന്നിട്ടുണ്ടാവുക. അവൻ്റെ ആൾക്കാരായിരിക്കും കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഇതിട്ട് ഞാൻ എനിക്കങ്ങനെ തോന്നുന്നില്ലടാ. ഇത് ഗംഗാപ്രസാദിൻ്റെ ആൾക്കാരല്ല, ഇത് വിക്രമിൻ്റെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗംഗാപ്രസാദിൻ്റെ ആളാണെങ്കിൽ കല്യാണിയെ കൊല്ലാനല്ല നോക്കേണ്ടത്, അത് കാർത്തിയെ കൊല്ലാനായിരിക്കും നോക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് കല്യാണിയെ കുത്താനായിട്ടാണ് ഒരാൾ വന്നത്. അത് വിക്രമിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ മരിച്ചതിൽ
വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഒക്കെ ഈ കൂട്ടുകാർക്കൊക്കെ കാണും. കൂട്ടുകാരാണല്ലോ എല്ലാ സഹായവും ഇവന് ചെയ്തു കൊടുത്തത്. അപ്പം ആ ഒരു കാര്യം കൂട്ടുകാരൊക്കെ ഓർത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കൂട്ടുകാർ രണ്ടും കൽപ്പിച്ച് കല്യാണിയെ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്നത്. പക്ഷേ ആ സമയത്ത് കുത്തേറ്റത് ഈ ശാരിക്കാണെന്നൊക്കെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോഹരാണ്, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ അങ്ങളെ, ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായി തീർന്നിരിക്കുകയാണല്ലോ. അതെ, കഷ്ടമായി തീർന്നിരിക്കുകയാണ്. ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണത്. എനിക്കിവിടെ നിന്ന് എങ്ങനെയും പുറത്തിറങ്ങിയാൽ കൊള്ളാവുന്നുണ്ടാ, എന്നിട്ട് അവരെയൊക്കെ തീർക്കണം തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിക്രമിൻ്റെ പിന്നാലെ പോയ പോലെ തന്നെ അവരുടെയൊക്കെ പിന്നാലെ ഞാൻ പോയാനായിരുന്നു. എൻ്റെ മക്കളെ ഞാൻ രക്ഷിച്ചാനായിരുന്നു. എൻ്റെ അങ്കിൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ കിരൺ സാറേ അവൻ്റെ പിന്നാലെ പിന്തുടർന്ന് പോയിട്ടുണ്ടാകും. എന്നിട്ടേ അവന് വേണ്ടിയുള്ള ശിക്ഷകളെല്ലാം കൊടുക്കും. അവനെയും കാട്ടിലെ മൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കും തീറ്റയായിട്ട്. അങ്കിള് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ടെന്ന് പറയാണ്. എന്നാലും എൻ്റെ മക്കളെ ഇപ്പോൾ സംരക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ. എടാ ഇപ്പം ആകെ ടെൻഷനായല്ലോ. ശത്രുക്കൾ ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് ശരിക്കും മനസ്സിലായെന്ന് പറയാണ്. വീടങ്ങളെ എല്ലാം കിരൺ സാർ നോക്കിക്കോളെന്ന് പറയാ. അങ്ങനെ ഈ കാദംബരിയെ വഴക്ക് പറയാണ് കല്യാണി. ചേച്ചി എന്ത് പരിപാടിയാണ് കാണിച്ചത്? ചേച്ചിയെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത് ഏറ്റവും വലിയ തെറ്റായി പോയി. സുഖമില്ലാത്ത ഒരു അച്ഛന് മുന്നിൽ ചേച്ചി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ആ കാർത്തികേച്ചി പറഞ്ഞത് എന്നോട് ഞാനും കൂടി വന്നിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കും കാർത്തികേച്ചിക്കും മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അയ്യോ കല്യാണി, അത് പിന്നെ ഞാൻ അച്ഛനെ കണ്ട ആ ഒരു ആവേശത്തിൽ വിശേഷങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്നിട്ട് വിശേഷം പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും പറയുന്നത് കണ്ടില്ലല്ലോ. ഇതുമാത്രമാണല്ലോ പറഞ്ഞത്. അതെന്തുകൊണ്ടാ ഇതുമാത്രം പറയാനുള്ള കാരണം? അയ്യോ കല്യാണി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിന്ന്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മനുഷ്യനെ കൊല്ലുന്ന കാര്യമല്ലേ ചേച്ചി ഇപ്പോൾ പറഞ്ഞത്? അച്ഛൻ ഒന്നാമതിന് സുഖമില്ലാത്ത മനുഷ്യനാണെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയ്ക്കും പോയി ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് അച്ഛന് വല്ലാത്ത ടെൻഷൻ കൂടിയാലോ, അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അതെ, ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം. അച്ഛനില്ലെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അതിനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. അച്ഛൻ നമ്മളെ സ്നേഹിച്ചെന്ന് തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് നാളെ ആയുള്ളൂ അച്ഛൻ നമ്മളെ സ്നേഹിച്ച് താലോലിച്ചൊക്കെ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് തന്നെ അച്ഛനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പാടുണ്ടോ? ഇനിയും അച്ഛൻ്റെ കൂടെ നമുക്ക് ഒരുപാട് നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ചേച്ചി. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുന്നത് വളരെയേറെ തെറ്റായ കാര്യമാണ്. എന്ത് എവിടെ പറയണമെന്ന് ഒരു നിശ്ചയമില്ല ചേച്ചിക്ക്. ഞാൻ പറഞ്ഞല്ലോ കല്യാണി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നീ അങ്ങോട്ട് ക്ഷമിക്ക്. ഇനി അത് തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ലല്ലോ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ലെന്ന്. ഇല്ല, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല. എന്താ അത് പോരെ എന്ന് ചോദിക്കണം. മതി. ഇനി ഓരോരോ അബദ്ധങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടരുത് ദൈവത്തോർത്ത്. ചേച്ചിക്ക് എപ്പോഴും ഭയങ്കര വെപ്രാളമാണ്. എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. എല്ലാവരുടെ മുന്നിൽ വാവട്ടി വാക്കത്തി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വല്ലാത്തൊരു തെറ്റായ കാര്യമുണ്ട് ചേച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ കാദംബരിക്ക് ഇതൊരു വല്ലാത്തൊരു സങ്കടം തോന്നി. കല്യാണി അങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പോൾ സരയുവാണെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സരയുവിൻ്റെ മനസ്സിൽ അവളെ കൊല്ലണം, കല്യാണിയെ കൊല്ലണം, അവൾ എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കണം. അവൾ എങ്ങനെ കൊല്ലും, പ്ലാൻ ചെയ്തിട്ട് വേണം കൊല്ലാനായിട്ട്. പെട്ടെന്നൊന്നും കൊല്ലാനായിട്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ സര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണി വരികയാണ്. അപ്പോൾ കല്യാണി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സരയു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഇതാണ് കാണുന്നത്. ഇത് കണ്ട കല്യാണിയാണെങ്കിൽ സരയു എപ്പം നോക്കിയാലും ഇങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. സരയു ഞെട്ടിപ്പോയി. കല്യാണിയെക്കുറിച്ചാണല്ലോ ഇത്ര നേരം സരയു ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സരയു അത് പിന്നെ കല്യാണി വേറൊന്നും ചിന്തിക്കാനായിട്ട് നമുക്കില്ലല്ലോ. അപ്പോൾ ഈ വർക്ക് തന്നെ പിന്നെ നഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ എനിക്ക് ഈ വർക്ക്. പിന്നീടും എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിന് കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെയൊന്നും പറയേണ്ട സരയു, നിനക്ക് യോജിച്ച ജോലി തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയും കൂടി കമ്പനി ആയിരുന്നല്ലോ ഇത്. പിന്നെ നിൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം ഡീലർഷിപ്പ് നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിനക്കിവിടെ സ്ഥാനത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല സരയു. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കിരണേട്ടൻ ചെയ്ത് തന്നോളൂന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാൻ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ സാലറി എനിക്ക് തരുന്നുണ്ടല്ലോ കല്യാണി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ അർഹിക്കുന്ന സാലറി മാത്രമേ ഞങ്ങൾ തന്നിട്ടുള്ളൂ സരയു. പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്?
കിരണേട്ടൻ നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ലേ? നിന്റെ കമ്പനിയാണെന്ന് കിരണേട്ടൻ നന്നായിട്ട് തന്നെ അറിയാം. നീ നല്ല രീതിയിലായിരുന്നെങ്കിൽ നിനക്ക് ഇതുവരെ ഡീലർഷിപ്പ് ഇവിടെ നിന്ന് പോകില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കിരൺ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറേ ഇങ്ങനെ മനസ്സ് ചിന്തിക്കണം. അതെനിക്കറിയാടി കല്യാണി, കിരൺ അങ്ങനെയാണല്ലോ, എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരണമല്ലോ. അവൻ എൻ്റെ സ്വന്തമല്ലേ, ഞാനല്ലേ അവനെ സ്വന്തമാക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കാം. അപ്പോൾ കല്യാണി എടുത്ത് വായിക്കാൻ പറയണ, അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ചിലപ്പോൾ നിനക്കതൊരു ഷോക്കാവും, ചിലപ്പോൾ നിനക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സരി മേടിച്ചു പോയി. സരി അവിടെ നിന്ന് ചാടി കഴിഞ്ഞിട്ട്, എന്താ കല്യാണി, എന്താ പറയാനുള്ളത്? അതെ, ഞാൻ ഒന്ന് മോളെയും കൊണ്ട് മനോഹറിനെ കാണാൻ പോയാലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് നിന്നോടൊരു അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട സരയുവിൻ്റെ മുഖഭാവമാകെ ഒന്ന് മാറുകയാണ്. അല്ല, നീ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ മനോഹറിനോട് ദേഷ്യവും വാശിയും ഒന്നുമില്ല, അതുകൊണ്ട് കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും പോയി കൊണ്ടേ കാണിച്ചോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ സരയു? നീ ഇടിഞ്ഞപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് കല്യാണി. അതിന് ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ കല്യാണിയോട്. കല്യാണി കുഞ്ഞിനെയും കൊണ്ട് ജയിലിലേക്ക് കൊണ്ടേ കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല. അല്ല, എപ്പോഴാണ് പോകുന്നത്? അത് നാളെ തന്നെ പോകണം. മോളെ കാണണമെന്ന് മനോഹറിന് വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ട്. പാവം ഗംഗാപ്രസാദിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ അവൻ രക്ഷിച്ചല്ലേ. ആരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി മനോഹർ ചെയ്തത്. ഗംഗാപ്രസാദ് എന്ന ശത്രുവിനെ ഇല്ലാതാക്കി മനോഹർ. അപ്പോൾ ആ ഒരു സ്നേഹവും കടപ്പാടൊന്നും മറക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ മനോഹറിൻ്റെ സ്വഭാവം അപ്പാടെ മാറിയും കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അല്ല കല്യാണി, എപ്പോഴാണ് മനോഹർ പരോളിലിറങ്ങുന്നത്? എന്തിനാ ചോദിക്കുന്നത്? അല്ല, എപ്പോഴാണെന്നൊന്നും അറിയാൻ. എന്നിട്ട് അറിഞ്ഞിട്ട് മനോഹറിനെ കൊല്ലാനാണോ? അയ്യോ കല്യാണി, അതൊന്നുമല്ല. കൊലയാളി എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കല്യാണി. അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. മനോഹറിൻ്റെ ഞാൻ ക്ഷമിച്ചല്ലോ, പിന്നെ ഞാനെന്തിനാ അവനെ കൊല്ലുന്നത്? കൊലയാളി എന്ന് പറഞ്ഞ മനസ്സ് ഇപ്പം എൻ്റെ അടുത്ത് പോലുമില്ല. ഇത് കേട്ട കല്യാണിയാളി, അതെനിക്കറിയാം, മനസ്സിലായി. അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞു വന്നാൽ എന്നെ നീ കൊന്നാനായിരുന്നില്ലേ? അത് ചെയ്തില്ലല്ലോ. അപ്പോൾ തന്നെ എനിക്കറിയാം നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലെന്ന്. ഏതായാലും ഞാൻ നാളെ തന്നെ കൊണ്ടേ മോളെ ഒന്ന് കാണിക്കുവേ. എന്നാൽ ശരി, നിൻ്റെ വർക്ക് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവുക. സരേവിന് വന്ന കാലി, അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത കാലി തന്നെയായിരുന്നു. അപ്പോൾ പിന്നീട് താരയെ കാണിക്കുകയാണ്. അപ്പോൾ താരയാണെങ്കിൽ കോളിമേല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കഥ ഓർക്കാനായിട്ട് ചെല്ലുകയാണ്. കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും സരയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി ചിരിക്കുക. അങ്ങനെ അപ്പോൾ സരയുൻ്റെ മുഖമാണെങ്കിൽ ഒരു രാക്ഷസിനെ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തു പറ്റി, നീ എന്ത് ഇങ്ങനെ മോന്തയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ താര ചോദിക്കുകയാണ്. എന്താ, എനിക്കെന്തു പറ്റിയെന്നോ? ഞാൻ എന്തിനിങ്ങനെ മുഖം പിടിച്ചിട്ടിരിക്കുന്നതെന്നോ? എനിക്കേ കൊല്ലണം. നിങ്ങൾ കൊല്ലുമെന്നാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരാളെ കൊല്ലുവാന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും താര അങ്ങോട്ട് പേടിച്ചു പോയി. ദേ, എൻ്റെ അമ്മേ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? കല്യാണിയെ കുത്താൻ വന്ന ആള് എൻ്റെ അമ്മയെ കുത്തി. പാവം, വല്ലാത്തൊരവസ്ഥയെ കിടക്കുക. ആ അമ്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നത് ആരാണെന്നറിയാവോ? കിരണാണ് അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്? അതെ, അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കല്യാണി അവിടെ അവസാനിക്കണം. കല്യാണിയെ അവസാനിപ്പിച്ചാൽ മാത്രമല്ലേ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമെന്ന്. കല്യാണിയെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക് പറ്റുവാന്ന്. ഇത് കേട്ട് നമ്മുടെ താര പേടിച്ചു പോയി. താരയാണെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. കാരണം നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന ആളാണ് ഐസിയുവിൽ കിടക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് കുത്തേറ്റത്. എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. എൻ്റെ അച്ഛനും അതേപോലെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയ കല്യാണിയെ കൊല്ലാനായിട്ട് പോയത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ജീവിതം പോയി. പക്ഷെ നിങ്ങൾക്ക് കഴിയില്ലല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രസവിച്ച മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതാ. എന്നിട്ട് പോലും ആ ഒരു സ്നേഹം നിങ്ങൾക്കില്ലെന്ന് മനസ്സിലായി. പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ ഒപ്പം ജീവിക്കുന്നത്? നിങ്ങൾക്ക് ആ കല്യാണിയാണ് വലുതെങ്കിൽ അവളോടൊപ്പം പൊയ്ക്കൂടെ? പക്ഷെ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്. കല്യാണിയെ ഞാൻ അവസാനിപ്പിക്കും. കല്യാണിയെ ഞാൻ കൊല്ലും. അതിനു വേണ്ടി തന്നെ മുൻകൈയെടുത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സരയും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവളെ ഇപ്പം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണിക്കാനായിട്ട് പോവാണെന്ന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവിടെ വന്നത്. ഞാനേ
ഒരു കൂസലില്ലാതെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ അതിന് അനുവാദം കൊടുത്തു. എന്തിനാണെന്നറിയാവോ? അവളിലേക്ക് മനസ്സ് തിരിച്ചു വിടാനായിട്ട്. ഇനി കല്യാണി മരിച്ചു കഴിഞ്ഞാൽ ആരും എന്നെ സംശയിക്കാനായിട്ട് പാടില്ലല്ലോ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. മനോഹരനെ പോലുള്ളവനെ കൊല്ലാൻ തന്നെയാണ് എൻ്റെ മനസ്സിലാഗ്രഹം. പക്ഷേ അതിലുപരിയായിട്ട് കിരണിനെ എനിക്ക് സ്വന്തമാക്കണ്ടേ? അപ്പോൾ കല്യാണിയെ കൊല്ലണ്ടേ? അതിനുള്ള പ്ലാൻ ഞാൻ ഒരുക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് പറ്റില്ലല്ലോ കല്യാണിയെ കൊല്ലാനായിട്ട്. ഇത് കേട്ടാ ഈ താരയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ ബൈ.